ഹലോ ഫ്രണ്ട്സ്, LpUp, ktet മറ്റ് PSC എക്സാമുകൾക്കായി തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് SCERT 5ാം സ്റ്റാൻഡേർഡ് മുതൽ 10ാം സ്റ്റാൻഡേർഡ് വരെയുള്ള പാഠപുസ്തകങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 5ാം സ്റ്റാൻഡേർഡിലെ SCERT 5ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം എന്ന വിഷയത്തിലെ 1ാം ഭാഗം പാഠപുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററാണ്. 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പാഠം 1 ചരിത്രത്തിലേക്ക്. ഇവിടെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രമാണിത്. ഇതുപോലുള്ളൊരു വിദ്യാലയത്തിലല്ലേ നിങ്ങളും പഠിക്കുന്നത്? നിങ്ങളുടെ വിദ്യാലയത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അറിയാമല്ലോ, അവ എഴുതി നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് സംഭാഷണ രൂപേണയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പ്രഥമ അധ്യാപകൻ്റെ പേര്, കുട്ടികളുടെ എണ്ണം, അധ്യാപകരുടെ എണ്ണം, ഇങ്ങനെ ചില പോയിന്റുകളും കുട്ടികൾക്കായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി കണ്ടെത്താം, രചിക്കാം. ഇനി വിദ്യാലയത്തിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കാം. എന്തെല്ലാം വിവരങ്ങളാണ് അന്വേഷിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയെന്ന് ചില പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടും? വിദ്യാലയത്തിൻ്റെ പേരെഴുതിയ ബോർഡ്, ചുവരിൽ പതിപ്പിച്ചിട്ടുള്ള ഫലകം, ഇങ്ങനെ കുട്ടികൾക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ചില പോയിന്റുകൾ നൽകി. ചില വിവരങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആരെയെല്ലാം സമീപിക്കാം? സ്കൂളിൻ്റെ സമീപത്തുള്ള മുതിർന്നവർ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA പ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് സഹായകമാകുന്ന ചില പോയിന്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി തെളിവുകൾ തേടുമ്പോൾ, വിദ്യാലയത്തിനുള്ളതുപോലെ കുടുംബം, ഗ്രാമം, രാജ്യം തുടങ്ങിയവയ്ക്കെല്ലാം ചരിത്രമുണ്ട്. ചരിത്ര അന്വേഷണത്തിലൂടെ ഓരോ കാലത്തെയും മനുഷ്യരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, തൊഴിൽ, ഭരണരീതി തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. ഈ വിവരങ്ങൾ ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ കൈവരിച്ച പുരോഗതി തിരിച്ചറിയാൻ സഹായിക്കും. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. ഇവിടെ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർ കാലങ്ങളായി ആർജിച്ച ഒരു പുരോഗതിയുടെ രേഖപ്പെടുത്തലിനെയാണ് എന്ത് പറയുക? ചരിത്രം എന്ന് പറയുന്നത്. അടുത്തതായി ചരിത്രാതീത കാലം. വിദ്യാലയ ചരിത്ര രചനയ്ക്ക് എഴുതപ്പെട്ട രേഖകളാണല്ലോ കൂടുതലും ഉപയോഗിച്ചത്. എന്നാൽ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അറിയാൻ എന്തെല്ലാം സ്രോതസ്സുകൾ സഹായിക്കും? അന്നത്തെ മനുഷ്യർ നിർമ്മിച്ചതും ഉപയോഗിച്ചതുമായ വസ്തുക്കളുടെ ശേഷിപ്പുകളാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്നത്. അവയിൽ ചിലത് ചിത്രത്തിൽ നിന്നും കണ്ടെത്താം. ഇവിടെ ചുവടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങൾ, ഭീംബേത്ക ഗുഹാ ചിത്രങ്ങൾ, ഇവയുടെ എല്ലാം ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലം ചരിത്രാതീത കാലമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലത്തെ എന്തെന്നറിയപ്പെടുന്നു? ചരിത്രാതീത കാലം എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തതാണ് ചരിത്രകാലം. അവിടെയും ചില ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. പുസ്തകങ്ങൾ, പഴയകാല നാണയങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ, ഇവയുടെയൊക്കെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ചരിത്രാതീത കാലത്തെ സ്രോതസ്സുകളോടൊപ്പം ഇവയും ചരിത്രരചനയെ സഹായിക്കുന്നു. എഴുതപ്പെട്ട വിവരങ്ങളാണ് ഇവയിൽ നിന്ന് ലഭിക്കുന്നത്. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലമെന്ന് അറിയപ്പെടുന്നു. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലം ചരിത്രാതീത കാലം എന്നറിയപ്പെടുന്നു. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം എന്നും അറിയപ്പെടുന്നു. ചരിത്രകാലവും ചരിത്രാതീത കാലവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുക. ഇനി അടുത്തതായിട്ട് ശേഷിപ്പുകൾ സംരക്ഷിക്കാം. നിങ്ങൾ മ്യൂസിയം കണ്ടിട്ടുള്ളവരോ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരോ ആണല്ലോ. എന്തെല്ലാമാണ് മ്യൂസിയത്തിൽ സംരക്ഷിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അവയുടെ ശേഷിപ്പുകളോ ആണ് അവിടെ സൂക്ഷിക്കുന്നത്. കഴിഞ്ഞ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത് കൊണ്ടാണ് അവ സംരക്ഷിക്കുന്നത്. ഇത്തരം വസ്തുക്കൾക്ക് പുറമെ കോട്ടകൾ, കെട്ടിടങ്ങൾ, സ്മാരകങ്ങൾ മുതലായവയും സംരക്ഷിക്കപ്പെടുന്നു. ഇവിടെ ചുവടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. പാലക്കാട് കോട്ട. പാലക്കാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണിത്. ഈ കോട്ടയ്ക്ക് 200 വർഷത്തിലധികം പഴക്കമുണ്ട്. നമ്മളിത് ഇന്നും സംരക്ഷിക്കുന്നു. ചരിത്രശേഷിപ്പുകൾ സംരക്ഷിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ചർച്ച ചെയ്യൂ.
ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. വീണ്ടും അടുത്ത ഭാഗം അന്വേഷിക്കൂ, കണ്ടെത്തൂ. പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവ സംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. അവയുടെ പേരുകൾ അന്വേഷിച്ചെഴുതൂ. അപ്പോൾ ഇവിടെ ചില ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ശവസംസ്കാര സമ്പ്രദായം, അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ 3 ചിത്രങ്ങൾ നൽകിയിട്ടുള്ളത്. കുട്ടികൾക്ക് അതിൻ്റെ പേരുകൾ കണ്ടെത്തി എഴുതാനാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ അത് പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പേരുകളോടൊപ്പം അതിനെപ്പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് അതിൻ്റെ പേര്, ഒന്നാമത്തെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നതിൻ്റെ പേര്, ഒന്നാമത്തെ ചിത്രത്തിൻ്റെ പേര് കൂടക്കല്ലുകളാണ്. കൂടക്കല്ലുകൾ എന്ന് പറയുമ്പോൾ 2-2.5 മീറ്റർ ഉയരമുള്ള പരന്ന കല്ലുകൾ അല്പം ചായ്ച്ച് പിരമിഡിൻ്റെ ആകൃതിയിൽ നിർത്തി അവയ്ക്ക് മീതെ വൃത്താകാരത്തിലുള്ള വലിയ കൂമ്പാരക്കല്ല് വെച്ചാണ് കൂടക്കല്ലുകൾ നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് കുടയുടെ ആകൃതി ഉള്ളതുകൊണ്ടാണ് കുടക്കല്ലുകളെന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചിത്രത്തിൻ്റെ പേര് കുടക്കല്ലുകളാണ്. അപ്പോൾ കുടക്കല്ലിനെ പറ്റിയുള്ള വിവരണമാണ് ഞാൻ പറഞ്ഞു തന്നത്. രണ്ടാമത്തെ ചിത്രം, അതിൻ്റെ പേരാണ് മുനിയറകൾ. മുനിയറകൾക്ക് മേശയുടെ ആകൃതിയാണ്. കുത്തനെ നാട്ടിയ കൽപ്പാളിയാണ് മുഖ്യഭാഗം. ഇവയ്ക്ക് മുകളിൽ ഒരു കൽപ്പാളി ഉണ്ടാകും. ഈ കൽപ്പാളികൾ ചേർത്ത് വയ്ക്കുമ്പോൾ അവയ്ക്കുള്ളിൽ ചതുരാകൃതിയിലൊരു അറ രൂപപ്പെടും. ചില പ്രദേശങ്ങളിൽ ചെങ്കൽ അറകൾക്കും മുനിയറകളെന്ന് പറയാറുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് നന്നങ്ങാടികളാണ്. മരിച്ചവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ കളിമൺ പാത്രങ്ങളാണ് നന്നങ്ങാടികൾ. തീയിൽ ചുട്ടെടുത്ത ഇത്തരം കളിമൺ ഭരണികൾക്ക് മുതുമക്കത്താഴികളെന്നും പേരുണ്ട്. നന്നങ്ങാടികൾക്ക് ഒരു മൂടി ഉണ്ടായിരിക്കും. ഈ മുതുമക്കത്താഴികൾക്ക് മറ്റൊരു പേരുണ്ട്, വീരക്കല്ല് അല്ലെങ്കിൽ നടുക്കല്ല്, ഇങ്ങനെയും പേരുകളുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിൽ കണ്ട ഈ മുനിയറകൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് മറയൂർ താഴ്വര, ഇടുക്കിയിലെ മറയൂർ താഴ്വരയിലാണ്. നന്നങ്ങാടികൾ കാണപ്പെടുന്നത് ഏങ്ങണ്ടിയൂർ, തൃശ്ശൂർ. മൂന്നാമത്തെ ചിത്രത്തിലെ നന്നങ്ങാടികൾ എവിടെയാണ്? ഏങ്ങണ്ടിയൂർ, തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ട് വെച്ച് ഡിസ്കസ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടും കൂടെ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഭാഗത്തിൽ തന്നെ ഞാൻ ആ നോട്ടുമായി ബന്ധപ്പെട്ട വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, വിദ്യാലയത്തിൽ ചരിത്ര മ്യൂസിയം. നിങ്ങളുടെ വീട്ടിൽ നിന്നും പ്രദേശത്തു നിന്നും കിട്ടാൻ സാധ്യതയുള്ള ചരിത്രശേഷിപ്പുകൾ ശേഖരിച്ച് വിദ്യാലയത്തിൽ ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കാം. അവിടെ കുട്ടികൾക്കായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് നൽകിയിട്ടുള്ളത്. ഇനി വിവരശേഖരണം നടത്താം. അവിടെയും ചില ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. മുൻകാലത്ത് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളാണ് മുകളിലെ ചിത്രത്തിലുള്ളത്. മുതിർന്നവരോട് അന്വേഷിച്ച് അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമുക്ക് ചുറ്റും ധാരാളം ചരിത്രശേഷിപ്പുകളുണ്ട്. അവ വരും തലമുറകൾക്ക് കാണാനും പഠിക്കാനും അവസരമൊരുക്കണം. ചരിത്രരചനയെ സഹായിക്കുന്ന ഇത്തരം സ്രോതസ്സുകൾ നിലനിന്ന കാലം തിരിച്ചറിഞ്ഞാൽ അവയെക്കുറിച്ചുള്ള പഠനം വളരെ കൗതുകകരമായിരിക്കും. ഇനി അടുത്ത് നൽകിയിട്ടുള്ളത് ആൽബം തയ്യാറാക്കാം. ചരിത്ര സ്രോതസ്സുകളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് കുറിപ്പുകളോടുകൂടി ആൽബം തയ്യാറാക്കും. ഓക്കെ, കാലം കണക്കാക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതാണ്? നമുക്കറിയാം, 1947 കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷം കഴിഞ്ഞാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്? 1930 ആണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്ര വർഷം മുമ്പാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്? കാലഗണന നടത്തുന്നതിനായി സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തെയാണ് നമ്മളിവിടെ അടിസ്ഥാനമാക്കിയത്.
ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ AD, BC എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം AD അന്നോ ഡൊമിനി എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലം BC ബിഫോർ ക്രൈസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഈ കാലഗണന ഇപ്പോൾ യഥാക്രമം CE കോമൺ ഇറ, BCE ബിഫോർ കോമൺ ഇറ എന്ന് പ്രയോഗിക്കാറുണ്ട്. BCയും ADയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ചിത്രവും ഇവിടെ പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്, അന്നോ ഡൊമിനി. അന്നോ ഡൊമിനി എന്താണ്? ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം AD, അതാണ് അന്നോ ഡൊമിനി. ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത ഭാഗത്തിൽ കലണ്ടർ നോക്കാം. കലണ്ടറിൽ ഏതെല്ലാം വർഷക്രമങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തി എഴുതൂ. അത് കുട്ടികൾക്ക് നൽകിയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ദെൻ നൂറ്റാണ്ട് കണക്കാക്കാം. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 21-ാം നൂറ്റാണ്ടിലാണ്. 21-ാം നൂറ്റാണ്ട് ആരംഭിച്ചത് എന്ന് മുതലാണ്? ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ്. ഉദാഹരണത്തിന് AD 1 മുതൽ 100 വരെയുള്ളത് 1-ാം നൂറ്റാണ്ടാണ്. AD 1901 മുതൽ 2000 വരെയുള്ളത് 20-ാം നൂറ്റാണ്ട്. ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ. 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ട്. അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ പറയുന്ന വർഷങ്ങൾ ഏത് നൂറ്റാണ്ടിലാണെന്ന് കണ്ടെത്തൂ. കുട്ടികൾക്ക് അങ്ങനെയൊരു ആക്ടിവിറ്റി നൽകിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചരിത്ര പഠനത്തിൽ എന്ന്, എപ്പോൾ എന്നീ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. അതിനുത്തരം കണ്ടെത്താൻ കാലഗണന നമ്മെ സഹായിക്കുന്നു. കാലഗണനയും കാലബോധവും ചരിത്ര പഠനത്തിനും ചരിത്രരചനയ്ക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പാഠഭാഗത്തിൻ്റെ സംഗ്രഹം. അത് നമ്മൾ ഉറപ്പായിട്ടും നോക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സംഗ്രഹം എന്താണ് പറയുന്നത് അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒന്നാമത്തെ പോയിൻ്റ്, മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. പ്രാചീന കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, നാണയങ്ങൾ, പാത്രങ്ങൾ, ശേഷിപ്പുകൾ, എഴുതപ്പെട്ട രേഖകൾ മുതലായവ ചരിത്രരചനയെ സഹായിക്കുന്ന തെളിവുകളാണ്. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലമെന്നും അതിനു മുൻപുള്ള കാലം ചരിത്രാതീത കാലമെന്നും അറിയപ്പെടുന്നു. അതായത് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലം. കാലത്തെ AD, BC എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. എന്താണ്? ബിഫോർ ക്രൈസ്റ്റും അന്നോ ഡൊമിനിയും. ഓക്കെ, ഇപ്പോൾ അത് യഥാക്രമം CE, BCE കോമൺ ഇറ ആൻഡ് ബിഫോർ കോമൺ ഇറ എന്നും പ്രതിപാദിക്കുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ഏറ്റവും പോയിൻ്റായിട്ട് പഠിക്കേണ്ട ചില പോയിൻ്റുകൾ ഞാൻ പറയുന്നുണ്ട്. പുരാവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ആർക്കിയോളജി. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ്. ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം എപ്പിഗ്രാഫി. ഇനി ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട ചില പോയിന്റുകൾ. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നോട്ട് തയ്യാറാക്കിക്കൊണ്ടുള്ള, അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. ഇനി അത്രയും സമയം കുറവായിട്ടുള്ള ആൾക്കാർക്ക് പ്രധാനപ്പെട്ട നോട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട് വൈസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ഭാഗം ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദയവായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തുടർന്നും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് യു.